നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് രേണുസുതിയെക്കുറിച്ച് പറയാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രേണുസുതിയെ വിറ്റ് ക്യാഷാക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾ കമൻസിലൂടെ പൊങ്കാലിട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാലും പറയുവാണ്, രേണുസുതി ഈ ലോകത്തിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല. പിന്നെ നമ്മുടെ നടിയും അതുപോലെ തന്നെ മുൻ ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥിയുമായിട്ടുള്ള മോനിഷ ഗായികയും കൂടിയാണ് പുള്ളിക്കാരി. അപ്പോൾ അവർ നമ്മുടെ KS മെൽസ്റ്റോൺ മെക്കേഴ്സിനോടായിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തിയത്. രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായിട്ടാണ് പുള്ളിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ രേണുസുതിയെ ബിഗ് ബോസിൽ തിരഞ്ഞെടുത്തതിനോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് മനീഷ പറയുന്നത്. കാരണം എന്തുകൊണ്ട്? ബിഗ് ബോസിലോട്ട് രേണുവിനെ എടുത്തതിനോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് മനീഷ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ശരിക്കും നിങ്ങൾ ആ ബിഗ് ബോസ് കണ്ടതല്ലേ? ബിഗ് ബോസിൽ വരാൻ യോഗ്യത ഉണ്ടായിരുന്നോ രേണുവിന്? രേണു എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാട്ടി ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന ഒരു വേദി എന്തിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അതിന് കഴിവും സാമർഥ്യമൊക്കെ വേണം. വെറുതെ ബിഗ് ബോസിനകത്തിരുന്നുകൊണ്ട് ബിഗ് ബോസെ കാണാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു യോജിപ്പിനോട് ഞാനും യോജിക്കുന്നുണ്ട്. ബിഗ് ബോസിന് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകാനുള്ള അർഹതയില്ലാത്തൊരു കുട്ടി തന്നെയാണ് രേണു. അതിനെ ഞാനും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻസ് ഇടാൻ, കുഴപ്പമില്ല. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിനവർ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് രേണു എന്തെങ്കിലും സമൂഹത്തിന് സംഭാവന ചെയ്തൊരാൾ എന്ന നിലയിൽ വന്നിരുന്നെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമായിരുന്നുവെന്നും നടി പറഞ്ഞു. എന്ത് നഗ്നമായ സത്യം! അങ്ങനെയെങ്കിലും ഒരു പേര് കിട്ടിയിട്ട് പുള്ളിക്കാരിക്ക് വരായിരുന്നു. പുള്ളിക്കാരി 2 ഡാൻസും അല്ലെങ്കിൽ 2 നാടകവേദിയൊക്കെ നടത്തി എന്നുള്ള തെറ്റേതുകൊണ്ട് അവിടെ വന്നിട്ട് വെറുതെ പേനും കൊന്ന് കുത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ വൈറലായ ഒരു വാക്കുണ്ട്, പേൻ പേൻ പേൻ. അത് രേണുസുതിയുടെ പേനിനെ കുറിച്ചൊരു പാട്ട്, അതിൽ പുള്ളിക്കാരി വൈറലായി. ഓക്കെ. അടുത്തതായിട്ട് അവർ പറയുന്നത്, ഒരുപാട് യോഗ്യതയുള്ള മത്സരാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ രേണുവിനെ തിരഞ്ഞെടുത്ത ബിഗ് ബോസ് ഷോയ്ക്ക് ഇത്ര വില മാത്രമേയുള്ളൂ എന്നും നടിയും ഗായികയുമായ മുൻ മത്സരാർത്ഥിയുമായ ബിഗ് ബോസിൻ്റെ മുൻ മത്സരാർത്ഥിയുമായ മോനിഷ ചോദിക്കുന്നുണ്ട്. സത്യമുള്ള കാര്യമല്ലേ? എത്ര യോഗ്യതയുള്ളവരാണിപ്പോൾ അതിന് പറ്റാതെയായിട്ട് അവർ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ രേണുവിനെടുത്ത സമയത്ത്, രേണുവിന് ഇനി സമയമുണ്ട്. രേണു യോഗ്യതയില്ലാത്ത കുട്ടിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. രേണുവിന് ബിഗ് ബോസിലേക്ക് വരാൻ സമയമുണ്ട്. അതുവരെ രേണുവിനൊന്ന് മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിന് വേറെ ഇതിൽ കഴിവുള്ള ആരെങ്കിലും ഒരാളെ അടിയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്നത്, രേണുസുതി അല്ല മലയാളത്തിലെ ആദ്യത്തെ വിധവയെന്ന് മനീഷ പറയുന്നുണ്ട്. കാരണം എന്താ? കുറച്ച് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രേണുസുതി അല്ല ഈ ലോകത്തിലെ ആദ്യത്തെ വിധവ. കാരണം ഈ ലോകത്ത് ആദ്യമായിട്ട് വിധവയായത് രേണുവാണ് എന്ന് തോന്നിപ്പോകും രേണുവിൻ്റെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളിലും. താൻ അടക്കമുള്ള ആളുകൾ ഭർത്താവില്ലാതെ 2 മക്കളെയും പോറ്റി ജീവിക്കുന്നവരാണ്. യെസ്, ഞാനും. ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവ് 12 വർഷത്തോളം ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോഴും സെക്കൻഡ് സ്റ്റേജ് വന്ന് സർജറിയൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ വീട്ടിലുണ്ട്. ജീവനോടെ തന്നെ നോക്കുന്നുണ്ട് ഞങ്ങൾ, കളയാതെ. ഡോക്ടർ പോലും സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പോൾ വായിക്കകത്തായതുകൊണ്ട് സർജറി ചെയ്യണ്ട, ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ചെയ്തു. ഉള്ളതൊക്കെ വിറ്റ് ചുട്ട് പിറക്കി നമ്മൾ രക്ഷപ്പെടുത്തി. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ഇനിയും സ്റ്റേജ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ്, കളഞ്ഞിട്ടില്ല. അപ്പോൾ ഭർത്താക്കന്മാരുണ്ടായിട്ടും ഇല്ലാതെ ജീവിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട്. ഭർത്താക്കന്മാരില്ലാതെ മക്കളെ പോറ്റുന്നവരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊരു ബാധ്യതയായി കാണിച്ച് നടന്നിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ രേണു മാത്രം വിധവയായി 2 കുട്ടികളെ നോക്കണം. പക്ഷേ ഈ 2 കുട്ടികളെ നോക്കുന്നത് ഒരു വീഡിയോയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരി 24 ഹവേഴ്സും നാടകവും ഡാൻസും പാട്ടും കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കറങ്ങി ഊണ് കഴിക്കുന്നതും ബിരിയാണി കഴിക്കുന്നതും വായി കൊടുക്കുന്നതും വായിൽ കൂട്ടി കൊടുക്കുന്നതും ഒക്കെ കാണാനേ പറ്റിയിട്ടുള്ളൂ. സ്വന്തം കുട്ടിക്ക് കൂട്ടി കൊടുക്കുന്നതായിട്ട് ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല.
ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. പൊങ്കാല ഇടുന്നവരുണ്ടേ, അവരെ ഭയപ്പെടേണ്ടതുണ്ട്. രേണുസുതി ഒരു ശക്തമായ മത്സരാർത്ഥിയായ ബിഗ് ബോസിൽ രേണുസുതി ഒരു ശക്തമായ മത്സരാർത്ഥിയായ ബിഗ് ബോസിൽ വരണമായിരുന്നു. മത്സരാർത്ഥിയായിട്ട് തന്നെ വരണമായിരുന്നു എന്നാണ് തോന്നിയത്. ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാർ ഗിനിപ്പന്നികളാണ് എന്നും മനീഷ ആരോപിച്ചു. ശരിക്കും ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ആൾക്കാരെയൊക്കെ അങ്ങനെ പറയുന്നതോട് ശരിക്കും ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വീക്കിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ 7ാമത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥികളെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല, കാണുന്നവർക്കറിയാം. ബിഗ് ബോസ് മത്സരാർത്ഥികൾ പരീക്ഷണ വസ്തുക്കളാണെന്നും വർഷങ്ങൾ കഴിയുമ്പോൾ സൈക്യാട്രിസ്റ്റുകൾ ബിഗ് ബോസ് എപ്പിസോഡുകൾ ഒരു പാഠ്യ വിഷയമായി എടുത്തേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ്റെ മനസ്സ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനുള്ളിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അത് സത്യമാണ്. മനുഷ്യൻ്റെ മനസ്സ് എത്ര ദാർഢ്യബോധമുള്ള ഒരു മനസ്സും കൊണ്ട് ഒരാൾ അവിടെ പോയാലും മാറി മറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി വരുന്ന നമ്മുടെ മസ്താനി എടുത്താൽ മതിയല്ലോ. എന്തൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോയവളായിരുന്നു. തിരിച്ചറിഞ്ഞത് പറയണ്ടല്ലോ. നാട്ടിലും ചിരി, വീട്ടിലും ചിരി, ബിഗ് ബോസിലും ചിരി, എല്ലായിടത്തും ചിരിയായിരുന്നു പുള്ളിക്കാരി ഇറക്കി വിട്ടപ്പോൾ. അപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനുള്ളിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്. 2 കിളിപോയ കേസുകളെയാണ് അവിടെ എടുക്കുന്നതെന്നും അപ്പോൾ കിളി പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്നും മനീഷ പറഞ്ഞു. ശരിക്കും കിളിപോയ വസ്തുക്കൾ ആരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബിഗ് ബോസേ, നിങ്ങളോടാണ് എനിക്കിനി പറയേണ്ടത്. ഇനിയെങ്കിലും ബിഗ് ബോസിലേക്ക് എടുക്കുന്ന മത്സരാർത്ഥികളെ നിങ്ങൾ അവരുടെ അല്ലെങ്കിൽ അവർ വൈറലായ അവരുടെ ക്യൂട്ട്നെസ്സും അവരുടെ വീഡിയോസും കണ്ടിട്ട് വൈറലായവരെ ഒന്ന് നോക്കി കണ്ടെടുക്കല്ലേ. കഴിവുള്ളവരെ നോക്കി കണ്ടെടുക്കുക. ഒത്തിരി കഴിവുള്ളവർ പുറത്തുണ്ട്, അവരെ നോക്കി കണ്ടെടുക്കുക. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും കളഞ്ഞ് ബിഗ് ബോസ് എന്ന ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന നമ്മളെയും കൂടെ വെറുതെ ബോറടിപ്പിക്കരുത്. അപ്പോൾ ഓക്കെ, പൊങ്കാല ഇടുന്നവർക്കൊന്ന് പൊങ്കാല ഇടാം.